വഖഫ് ബോർഡിന്റെ പ്രവർത്തനത്തിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതി ഉത്തരവിൽ ഭാഗിക തിരുത്തുമായി സുപ്രീംകോടതി. ജോയിന്റ് സെക്രട്ടറി അഡ്മിനിസ്ട്രേറ്ററായി നിയോഗിച്ച ഹൈക്കോടതി ഉത്തരവിലെ ഭാഗം സുപ്രീംകോടതി ഒഴിവാക്കി. ഇതോടെ അഡ്മിനിസ്ട്രേറ്ററിലൂടെയുള്ള സർക്കാർ നിയന്ത്രണം ഒഴിവായി. ഹൈക്കോടതി ഇടക്കാല ഉത്തരവ് പൂർണ്ണമായി റദ്ദാക്കണമെന്ന ബോർഡിന്റെ ആവശ്യം സുപ്രീംകോടതി അംഗീകരിച്ചില്ല. വഖഫ് ബോർഡിന് നയപരമായ തീരുമാനങ്ങളും സാമ്പത്തിക ബാധ്യതയും ഉണ്ടാവുന്ന തീരുമാനങ്ങളും എടുക്കുന്നതിനെ തടഞ്ഞുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് തുടരും. കേസുടൻ തീർപ്പാക്കാനും ഹൈക്കോടതിക്ക് സുപ്രീംകോടതി നിർദ്ദേശം നൽകി. ധനസുമോദ് വിവരങ്ങൾ നൽകും. സുമോദ്, സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെ വഖഫ് ബോർഡിനൊരു നേരിയ ആശ്വാസം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഹൈക്കോടതിയുടെ പൂർണ്ണ തോതിലുള്ള ഉത്തരവ് റദ്ദാക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. നിലവിൽ ഈ ഉത്തരവിലൂടെ എന്തൊക്കെ നടപ്പാക്കും? ജിൽസി, ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവിൽ പരിഷ്കരണം ആണ് ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. അത് കേവലം 6ാമത്തെ പാരഗ്രാഫിൽ ഒരു വരി മാത്രമാണ് പരിഷ്കരിച്ചിരിക്കുന്നത്. പക്ഷേ ബോർഡിനെ സംബന്ധിച്ചാണെങ്കിൽ നേരിയ ആശ്വാസം നൽകുന്ന ഒരു പരിഷ്കരണമാണ് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായത്. അതായത് അഡ്മിനിസ്ട്രേറ്റീവായിട്ടാണ് ജോയിന്റ് സെക്രട്ടറിയെ, സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള ജോയിന്റ് സെക്രട്ടറിയെ നിയോഗിച്ചിരുന്നത്. ഈ തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഭരണത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് ബോർഡിൻ്റെ നിയന്ത്രണം മുഴുവനും ഒരു സർക്കാരിൻ്റെ രീതിയിലേക്ക്, സർക്കാരിൻ്റെ കൈകളിലേക്ക് എത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമായിരുന്നു. അതുകൊണ്ട് ഒരു സ്വതന്ത്ര ബോഡി എന്ന രീതിയിൽ പ്രവർത്തിക്കാൻ വേണ്ടി ആ അഡ്മിനിസ്ട്രേറ്ററെ നിയോഗിച്ചത് റദ്ദാക്കിയിരിക്കുകയാണ്. അതേസമയം ഈ മദീനയെ, ഈ തരത്തിലുള്ള അഡ്മിനിസ്ട്രേറ്റീവായി നിയോഗിച്ച വ്യക്തിയെ, സർക്കാർ ഉദ്യോഗസ്ഥയെ, ജോയിന്റ് സെക്രട്ടറിയെ എക്സ് ഒഫീഷ്യോ അംഗമായി തുടരാൻ അനുവദിക്കുന്നുണ്ട്. ബോർഡിൻ്റെ യഥാർത്ഥത്തിലുള്ള ആവശ്യം, കാതലായിട്ടുള്ള അവരുടെ ആവശ്യം ഈ ഉത്തരവിനെ പൂർണ്ണമായും റദ്ദാക്കുക അല്ലെങ്കിൽ സ്റ്റേ ചെയ്യുക എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ ആ തരത്തിലുള്ള പൂർണ്ണമായും സ്റ്റേ ചെയ്യാനായി സുപ്രീം കോടതി തയ്യാറായില്ല. മാത്രമല്ല, സുപ്രീം കോടതിയിൽ നിന്നും ആർക്കും നോട്ടീസും അയച്ചിട്ടില്ല. ഹൈക്കോടതി നാളെ കേസ് പരിഗണിക്കുന്നുണ്ട്. ഹൈക്കോടതി തന്നെ ഈ കേസ് ഉടനടി അവസാനിപ്പിക്കണം എന്നുള്ള ഒരു നിർദ്ദേശം കൂടിയാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ശരി, ധനസുമോദാണ് വിവരങ്ങൾ നൽകിയത്.